അമ്മ പെയിന്റ് ചെയ്യുന്നതും മറ്റും കണ്ടു നിൽക്കാൻ നല്ല രസമാണ്. അതെന്ത് രസം? ഒരു നിലവിളക്ക് പോലെയല്ലേ അമ്മ ഇരിക്കുന്നെ. നിലവിളക്ക് കവിത എഴുതി എങ്ങനെ ഇരിക്കും അതുപോലെ തോന്നും. ആ കൊള്ളാലോ എന്റെ മോള്. ഇപ്പൊ കവിത പറയുന്നത് ആരാ? നീയല്ലേ? പറ. നീ എന്താ ഇവിടെ നോക്കിയിരിക്കുന്നു? അതെന്താ താറാ കുഞ്ഞുങ്ങള് കരയുന്നത് പോലെ കൊടഞ്ഞിട്ടൊരു ചിരി? അതെന്താ അവർക്ക് ചിരിക്കാൻ പാടില്ലേ? അത് കൊള്ളാമല്ലോ. ചെമ്പകമംഗലം ഓർഫനേജിലെ 2 അനാഥകള്. ഒന്ന് തെരുവിൽ ആരാണ്ട് പേറ്റിട്ടിട്ട് ഏതോ അനാഥാലയംകാരെടുത്ത് വളർത്തിയവള്. രണ്ടാമത്തവള് തള്ള ചത്ത് അനാഥയായവള്. ഈ 2 അനാഥ അലവലാദികളാ ഇപ്പൊ ചെമ്പകമംഗലത്തെ ഹീറോയിൻസ്. എന്റെ സാവിത്രി, നിന്നെ കെട്ടിയെടുത്ത കാലം മുതൽ ഞാൻ പറയുന്നതാ, ഇങ്ങനെ അസൂയയും കുശുമ്പും പാടില്ല. ഓ, എനിക്കൊരു സംശയം, അമാവാസി രാത്രിയിലാണോ നിന്റെ ജനനം? നീ ജനിച്ച രാത്രിയില് കോടാനകോടി പിശാചുക്കൾ ഒരുമിച്ച് ഓരിയിട്ട് കാണും. എന്നെ ഒരു പിശാചിനിയാക്കി മാറ്റരുത്. അയ്യോ, അതിനെയാകാൻ പറ്റുമോ? ഇപ്പൊ തന്നെ നീ പിശാചിനിയല്ലേ? രാമേട്ടാ, നിങ്ങളോட രംഗത്തിന് ഞാനില്ല. ആ, അതാ നല്ലത്. എന്താണ് ചിന്നമ്മയും പൊന്നമ്മയും കൂടി? രാവിലെ ടിക്കറ്റ് എടുത്ത് വരിക വഴക്കിന്. ഞങ്ങള് ചിന്നമ്മയും പൊന്നമ്മയാണെങ്കിലേ നിങ്ങൾ ആരാ? വഴിവെക്കിലമ്മയോ? ദേ, ഞാൻ നല്ല തറവാട്ടമ്മയാ. നല്ല ഒന്നാന്തരം തറവാട്ടമ്മ. ഞാൻ പറഞ്ഞില്ലേ, ദേ വഴക്കായി. എടതി, ഇവള് വഴക്കിടാൻ തുനിഞ്ഞിറങ്ങിയ പിന്നെ എന്ത് ചെയ്യാനാ? ഞാനും എന്റെ അമ്മയും നല്ല മനുഷ്യരാ, അല്ലാതെ നിങ്ങളെപ്പോലെ തറയൊന്നും അല്ല. കാക്ക, കാരാമ, കൂരാമ, കരിമ്പൂച്ച, ഈ 4 എണ്ണത്തിനെ എത്ര വിളിപ്പിച്ചാലും വെളുക്കത്തില്ലടി. നിങ്ങളുടെ മനസ്സാ അലക്കി വെളുപ്പിക്കേണ്ടത്. ഓ, ഈ വന്ദേ ഭാരതിന് തലവെച്ചു കൊടുത്ത എന്റെ അമ്മാവനെ പറഞ്ഞാ മതിയല്ലോ. ഏതമ്മാവൻ? കണ്ട കൺട്രികളൊന്നും എന്റെ രാമേട്ടന്റെ അനന്തരവളാവാൻ ഞാൻ സമ്മതിക്കത്തില്ല. മീനാക്ഷി അങ്ങനെ കൺട്രി ഒന്നുമല്ല, അവള് എന്റെ സ്വന്തം അനന്തരവളാ. ഓ, പിന്നെ എന്തിനാ സാവിത്രി ഇങ്ങനെ ഒരു കാര്യമില്ലാതെ വഴക്കുണ്ടാക്കുന്ന? അതെ, സാവിത്രിക്ക് എന്തെങ്കിലും മാനസിക രോഗമുണ്ടോ? നീ എന്നെ ഭ്രാന്തിയും കൂടെ ആക്ക്. എന്റെ വീട്ടിൽ കയറി എന്റെ അവകാശങ്ങളെല്ലാം തട്ടിയെടുത്തിട്ട് എന്നെ നാണം കെടുത്തുന്നോ? വല്ലവരും കാണൂടാ. നീ ഒന്ന് അടങ്ങിയിരിക്കെ. റിസ്ക്കുള്ള കാര്യം ചെയ്യുമ്പോ കുറച്ച് ധൈര്യമൊക്കെ വേണം. ഇപ്പൊ എന്താ വേണ്ടത്? സാവിത്രിക്ക് എന്നെ തല്ലണോ? തല്ല്, തല്ലാൻ. തല്ലുന്നില്ലേ? ഒരു വീട്ടില് ഒരുമിച്ച് കൂടെപ്പിറപ്പുകളെ പോലെ ജീവിക്കേണ്ടവരാ നമ്മൾ. നമുക്ക് പരസ്പരം നമ്മളെ ഉണ്ടാവൂ. ഒരു വെളിപ്പാട് അകലെ ഉറങ്ങുന്നവരാ ഞാന് സാവിത്രി. എനിക്കൊരാവശ്യം വന്നാ സാവിത്രി ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ സാവിത്രിക്ക് ഒരു ആപത്തുണ്ടായാ ഞാനും ഉണ്ടാവും. നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോ രക്ഷിച്ചത് ഈ നിൽക്കുന്ന നന്ദിനി നടത്തിയ, അത് നീ മറക്കരുത്.
ചോരയ്ക്ക് തീ പിടിക്കുമ്പോഴാ കാച്ചിലും ചേമ്പും ഒക്കെ പറിക്കുന്നത്. അവിടെ അന്യോന്യം കുറച്ച് ചാടുക. ഇത് തന്നെ തക്കം. വാ വാ. മാലതി ചേച്ചി, നീ വേഗം ചെല്ല്. വാ, കേറി വാ, വേഗം വാ. വാ. എന്താ? എല്ലാവരും അവിടെയാ. ദേ, നമുക്കിങ്ങനെ ഓടി കാർത്തിയുടെ മുറിയിലേക്ക് കയറാം. ശരി, വാ. നീ ചെല്ല്. വേഗം വാ. അവരെല്ലാവരും ലീവിംഗ് റൂമിലാ. വേഗം വാ. അമ്മായി, ആരെങ്കിലും കാണോ? ഞാനിപ്പോ നിന്റെ അമ്മയും തുമ്മായും ഒന്നുമല്ല. എന്റെ ആങ്ങളെ നീ തട്ടിക്കൊണ്ടു പോയത് മുതൽ നീ എനിക്ക് നാത്തൂനാ. മൈഥിലി നാത്തൂൻ. കുഞ്ഞിന് പാല് കൊടുത്ത് വേഗം പോ നോക്ക്. ആരെങ്കിലും കണ്ട ഓൺ ദ സ്പോട്ടിൽ നിന്നെ തട്ടും. പിറകെ എന്നെ ഓടിച്ചിട്ട് തട്ടും. കയറിക്കോ, ഞാൻ കാവലായി നിന്നോളാം. എന്റെ പൊന്നുമോളെ, പൊന്നെ, ഈ അമ്മയോട് ക്ഷമിക്കണം. അമ്മയെ ശപിക്കരുത്. അമ്മയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. എന്റെ മുത്തിനെ ഉപേക്ഷിക്കേണ്ടി വന്നു. ഞാൻ പാപിയ, എനിക്കതറിയാം. നിന്നെ ഏകാന്ത നാടകം കളിക്കാതെ കുഞ്ഞിന് പാല് കൊടുത്തിട്ട് പോവാൻ നോക്കടി. പാല് കൊടുക്കാനോ ശവമാകാനോ നീ ഇങ്ങോട്ട് വന്നത്? മോളുടെ അമ്മ മോൾക്ക് പാല് തരാം. ഇതൊരു പക്ഷെ ആദ്യത്തേതും അവസാനത്തേതുമായിരിക്കും. എന്റെ പുന്നക്കിഴിൽ ഭഗവതിയെ ഇതാരും കൊണ്ടുവരല്ലേ. അവളുടെ ഒരു ആഗ്രഹം നടപ്പാക്കി കൊടുക്കണേ. പാപിയായി ഈ അമ്മയോട് അവള് ക്ഷമിക്കുമല്ലോ അല്ലേ? ഇനി ഈ കള്ളക്കരച്ചിൽ കരഞ്ഞിട്ട് എന്ത് കാര്യം? ചെയ്യാനുള്ള മര്യാദക്കേട് മുഴുവനും ചെയ്തു. പിന്നീട് പിഞ്ചു കുഞ്ഞിനോട് കുമ്പസാരം. ഹലോ, ദൈവമേ, മീനാക്ഷി നിന്ന തടി കേടാവും. ഇവരെന്തിനാ എന്നെ കണ്ടുകൊണ്ട് ഓടിയത്? എന്തോ കള്ളത്തിലുണ്ടല്ലോ.
അമ്മേ മീനാക്ഷി, എന്താ ഇത്? നിങ്ങൾ എന്തായി കാണിക്കുന്നേ? എന്റെ കുഞ്ഞിനെങ്കിത്താ മോളെ. മീനാക്ഷി, നിങ്ങൾ എന്ത് അക്രമം ഇവിടെ കാണിച്ചേ? ആരോട് ചോദിച്ചിട്ട് ഇതിനകത്ത് കയറിയേ? ഇന്നിവിടെ ഒരു കൊലപാതകം നടക്കും. നിങ്ങൾ ഈ കുഞ്ഞിന് പാല് കൊടുക്കായിരുന്നല്ലേ? എന്നോട് ക്ഷമിക്കണം മീനാക്ഷി, എനിക്കിതല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു. ഞാൻ ഇപ്പൊ ACP വിവരം അറിയിക്കും. ACP വരട്ടെ. നിങ്ങളുടെ കഥ ഇവിടെ തന്നെ തീരട്ടെ. അയ്യോ, അരുത് മീനാക്ഷി, അരുത്. എന്നെ കണ്ട കാർത്തിക് കൊന്നു കളയും. ഒരു പ്രാവശ്യത്തേക്ക് മാത്രം ഞാൻ എന്റെ കുഞ്ഞിന് ഇത്തിരി പാല് കൊടുത്തോട്ടെ. ഒരു പ്രാവശ്യത്തേക്ക് മാത്രം. മാറാൻ. ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. അത് ഞാൻ എന്റെ ACP ചതിക്കുന്നതിന് തുല്യമായിരിക്കും. മീനാക്ഷി, എന്താ എന്താ മോളെ? ഇവളോ? ഇവളെങ്ങനെ ഇതിനകത്ത് കയറി? മാലതി ഇളയമ്മയാ ഇവിടെ ഇതിനകത്ത് കയറ്റിയത്. അയ്യോ, ഞാൻ വരുമ്പോ ഇവിടെ ഇതിനകത്ത് ഒളിച്ചിരുന്ന് പാല് കൊടുക്കായിരുന്നു കുഞ്ഞിന്. അത്രയ്ക്ക് ധിക്കാരോ? നിനക്ക് എങ്ങനെ ഈ വീട്ടിൽ കയറാൻ ധൈര്യം വന്നു? ദൈവമേ, മിണ്ടരുത് നീ. എന്റെ കുഞ്ഞുങ്ങൾ രണ്ടെണ്ണത്തിന്റെ ജീവിതം തുലച്ചിട്ട് അവള് നടക്കുന്നു. നീയൊക്കെ ഒരു അമ്മയാണോടി? പ്രസവിച്ച ആ നിമിഷം ഈ കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയതല്ലേ നീ? എന്നിട്ടിപ്പോ കുഞ്ഞിന് പാല് കൊടുക്കാൻ വന്നിരിക്കുന്നു. ഞാൻ ACP വിവരം അറിയിക്കാൻ പോവാ. അരുത് മീനാക്ഷി, അരുത്. ഞാൻ തെറ്റുകാരിയാ, അതെനിക്കറിയാം. പക്ഷെ കാർത്തികിനെ ഈ കാര്യം അറിയിക്കരുത്. കാർത്തി എന്നെ കൊന്നുകളയും. കൊല്ലട്ടെ. അയ്യോ, മരണമെങ്കിൽ മരണമെന്ന് കരുതി തന്നെയാ ഞാൻ എന്റെ കുഞ്ഞിന് പാല് കൊടുക്കാൻ വന്നത്. ഒരു പ്രാവശ്യം, ഒരേ ഒരു പ്രാവശ്യം മാത്രം. ദൈവമേ, ഒരേ ഒരു പ്രാവശ്യം. ഇതാദ്യത്തേതും അവസാനത്തേതും ആയിരിക്കും. നിയന്ത്രിക്കാൻ പറ്റാഞ്ഞിട്ട് ഞാൻ വന്നു പോയതാ ദൈവമേ. പ്രസവിക്കാത്ത ദേവമ്മയ്ക്ക് കാർത്തിയോടും മീനാക്ഷിയോടും എന്ത് വാത്സല്യ. എത്ര കൊള്ളരുതാത്തവളാണെങ്കിലും ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിച്ചതല്ലേ ദേവമ്മേ. ഈ ഒരു പ്രാവശ്യത്തേക്ക് കുഞ്ഞിന് പാല് കൊടുത്തോട്ടെ. ഇനിമേലെ ഞാൻ വരില്ല. കാർത്തിയെ വിളിക്കരുതെന്ന് മീനാക്ഷിയോട് പറ ദേവമ്മേ. ACP ഇതറിഞ്ഞേ പറ്റൂ അമ്മേ. ദേവമ്മേ, മേലാൽ ഇനി ഇത് ആവർത്തിക്കില്ലല്ലോ? ഒരിക്കലുമില്ല. മീനാക്ഷി, പോട്ടെ മോളെ. എന്തായാലും ഈ കുഞ്ഞിനെ പ്രസവിച്ചോളല്ലേ, അവള് ഒരു പ്രാവശ്യത്തേക്ക് പാല് കൊടുത്തോട്ടെ. അത് വേണോ അമ്മേ? നമ്മുടെ മനുഷ്യരല്ലേ മോളെ, അല്ലാതെ ഇവളെ പോലെ അപൂർവ ജന്മൊന്നുമല്ലല്ലോ. ഈ കരച്ചിൽ കണ്ട് ഇവളെ പറഞ്ഞു വിട്ടാ
നമുക്ക് സ്വസ്ഥത ഉണ്ടാവില്ലേ? കാരണം ദൈവം നമുക്ക് തന്നത് കരുണയുള്ളൊരു ഹൃദയോ. കരുണയുള്ളൊരു ഹൃദയം ഉണ്ടാവണമെന്നല്ലേ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. എന്തായാലും ഇപ്രാവശ്യം അവള് പാല് കൊടുത്തോട്ടെ. എന്താ മോളെ? പെട്ടെന്ന് ECP എങ്ങാനും കയറി വന്നാലോ? മോള് പേടിക്കാതെ, അവൻ ഡ്യൂട്ടിയിലല്ലേ. ഈ സമയത്തൊന്നും അവൻ വരില്ല. സാവിത്രി ഇല്ലാത്ത ഭാഗ്യായി. ഈ ഫോൺ വരുമ്പോ അവരെങ്ങോട്ടായി ഓടുന്നേ? എനിക്കറിയില്ല മോളെ എന്താ ഉണ്ടാവാൻ പോകുന്നത്. അത് മാലതിയല്ലേ? എല്ലാം ഒപ്പിച്ചു കൊടുത്തിട്ട് അവരൊളിഞ്ഞു നിൽക്കുക. മാലതി, മാലതി ഇങ്ങ പോരെ, മറഞ്ഞൊന്നും നിക്കണ്ട. നീ വാ. നന്ദിനിയേട്ടത്തെ മീനാക്ഷിയും പോലെ ഞാനും ഏത് ദുഷ്ടരുടെ മുമ്പിലും മനസ്സലയും. ഇവള് വന്ന് കരഞ്ഞു പറഞ്ഞപ്പോ ഒഴിവാക്കി വിടാൻ തോന്നിയില്ല ഏട്ടത്തി. മേലിതുണ്ടായ അപ്പൊ വിവരം അറിയും, പറഞ്ഞേക്കാം. മാലതി അവളുടെ അടുത്തേക്ക് ചെല്ല്. പ്രശ്നമാവുമല്ലോ. ECP വന്നല്ലോ അമ്മേ, ഇനി എന്ത് ചെയ്യും? ദൈവമേ,